ഹായ് നമസ്കാരം, ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് വിന്നറായ അനുമോളും അനുമോളുടെ PR ആയ വിനുവും അടിച്ചു പിരിഞ്ഞു എന്നുള്ള രീതിയിൽ ഇന്നലെ വാർത്തയൊക്കെ വന്നിരുന്നു. നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തതാണ്. നമ്മുടെ ഷെഫീന ബീവിയും അവരുടെ ചാനലിലും ആ ഒരു വാർത്ത അവരും അതിട്ടിരുന്നു. PR ആയ വിനുവും അനുമോളും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ള വാർത്ത ഇവിടെ നാട്ടിൽ പരക്കുന്ന സമയത്ത് അനുമോള് ദുബായിൽ പരിപാടിക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ദുബായിൽ നടന്ന പരിപാടിയിൽ ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു. ആ ടോക്ക് ഷോയിൽ അനുമോളോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. വളരെ ഒരു ക്വസ്റ്റ്യനിൽ ഇതായിരുന്നു, അനുമോളും PR ആയ വിനുവും അടിച്ചു പിരിയാനുള്ള കാരണം എന്തായിരുന്നു എന്നായിരുന്നു ചോദ്യം. അപ്പോൾ കാരണമായിട്ട് അനുമോൾ പറഞ്ഞത് ഞാൻ ഈ പറയുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതിന്റെ വോയിസ് ഞാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് വെക്കാം. അതല്ല അപ്പൊ ആ സംഭവത്തെ കുറിച്ച് ഞാനൊന്ന് പറയാം. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാല്, സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ആ അവാർഡിൽ അനുമോളുടെ PR ആയ വിനുവിനും ക്ഷണം ഉണ്ടായിരുന്നു. അപ്പൊ വിനുവും പോവുകയുണ്ടായി. അവിടെ വെച്ച് വിനു നമ്മുടെ വിന്നിയെയും ഹസ്ബൻഡിനെയും നെവിനെയും അവിടെ വെച്ച് കാണുകയും ഇവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അനുമോളുടെ PR ആണ് വിനു എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇവർ വളരെയധികം സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ വിനു പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കുമെതിരെ ഒരു സൈബർ ബുള്ളിങ് നടത്തിയിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കുത്തിത്തിരിപ്പ് ബിന്നി ഉണ്ടല്ലോ, ഇവരുടെ ഹസ്ബൻഡായ ഇവര് ഒരു വോയിസ് ക്ലിപ്പ് വിനുവിനെ കേൾപ്പിച്ചു എന്നാണ് വിനു പറയുന്നത്. അപ്പോൾ വിനു ആ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ഈ ഗ്രൂപ്പിൽ വന്നതാണെന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ വിനു പറഞ്ഞു, ആ ഗ്രൂപ്പിൽ ഞാനില്ല, ആ ഗ്രൂപ്പിലുള്ളവരോട് പോയി ചോദിക്കണം, അനുമോളുടെ ചേച്ചിയെ ആ ഗ്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബിന്നിയുടെ സ്വഭാവം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാമല്ലോ. ബിന്നിയുടെ സ്വഭാവം വെച്ചിട്ട് അത് നന്നായിട്ട് പെരുപ്പിച്ചിട്ട് അനുമോളുടെ ചേച്ചിയുടെ ഭർത്താവിന്റെ ഫ്രണ്ട്, നൂബിന്റെ ഫ്രണ്ടാണ്, ഇദ്ദേഹത്തിനോട് പറയുകയും ഈ അനുമോളുടെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഇവരെ വിളിച്ച് അനുമോളുടെ ചേച്ചി ഒക്കെ വിളിച്ച് ഭർത്താവിനെയൊക്കെ വിളിച്ച് ഈ വിവരം പറയുകയും ചെയ്തു. ഇങ്ങനെ ഒരു വിഷയം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആ വിവരം ഈ ചേച്ചി അനുമോളെ വിളിച്ചു പറഞ്ഞപ്പോൾ അനുമോൾ ഇത് വിനുവിനോട് ചോദിക്കുകയും, കാരണം ആ ഗ്രൂപ്പിൽ ഈ അനുമോളുടെ ചേച്ചി ഉണ്ട് അപ്പം എന്ന് പറയുമ്പോൾ അവരോട് ചോദിക്കണമെന്ന് പറയുമ്പോൾ അവരാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവർക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ളൊരു തൊര വരുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ പറയാൻ ഒരിക്കലും വിനു ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ എന്ന് പറയാം. കാര്യം ഒരിക്കലും അനുമോളുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അന്ന് തൊട്ട് ബിഗ് ബോസ് ഹൗസ് എന്ന് ഇറങ്ങിയ ശേഷം ഇപ്പൊ കുറച്ച് 2-3 ദിവസം മുമ്പ് വരെ അനുമോളുടെ കൂടെ നടന്നിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അനുമോൾക്കെതിരെ പറഞ്ഞിട്ട് അനുമോളുടെ കുടുംബത്തിനെതിരെ പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അത് കേൾക്കുമ്പോൾ എന്തായാലും അനുമോള് നല്ലോണം അനുമോളെ എന്ത് പറഞ്ഞാലും അനുമോൾ അത്രയും പ്രതികരിക്കത്തില്ല. പക്ഷെ അനുമോളുടെ ഫാമിലിയെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അനുമോൾ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ പ്രതികരിച്ചു. ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തു. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഈ ദുബായിൽ ടോക്ക് ഷോയിൽ അനുമോൾ പറഞ്ഞു. അപ്പോൾ ഈ ടോക്ക് ഷോയിൽ ഈ അനുമോളുടെ ഫാനായ ഒരു പെൺകുട്ടി പങ്കെടുക്കുകയും ആ പെൺകുട്ടി ഇത് കേൾക്കുകയും ചെയ്തു. ആ കുട്ടി ഇതായിരുന്നു സത്യാവസ്ഥയെന്ന് ഷെഫീന ബീവിയുടെ ചാനലിൽ ആ വീഡിയോ PR വിനുവും അനുവും തെറ്റിപ്പിരിഞ്ഞതിനെ കുറിച്ചുള്ള വീഡിയോ വന്നപ്പോൾ യഥാർത്ഥ വസ്തുത ഇതാണെന്ന് ഈ ദുബായിൽ ഉള്ള കുട്ടി ഷെഫീന ബീവിക്ക് വോയിസ് മെസ്സേജ് അയച്ചു. അപ്പോൾ ആ വോയിസ് മെസ്സേജ് വെച്ചിട്ട് ഷെഫീന ബീവി എന്ത് ചെയ്തു, ഒരു വീഡിയോയുടെ ഇതായിരുന്നു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇറക്കി. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ PR വിനു വീണ്ടും ഷെഫീന ബീവിയെ വിളിക്കുകയും ഷെഫീന ബീവിയോട് ഈ കാര്യങ്ങൾ ഒന്നുകൂടി സംസാരിക്കുകയും ചെയ്തു. അതായത് ഇദ്ദേഹത്തിന് ഇതിൽ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല, ഈ നൂബിൻ, അതായത് ബിന്നിയും നൂബിനും കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത കഥയാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയെടുത്തതെന്ന്. അപ്പം ഇതിന്റെ സത്യാവസ്ഥ തിരക്കാതെ തനിക്ക് എതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ് വിനു പറയുന്ന. അനുമോളും കുടുംബവും തനിക്കെതിരെ പ്രതികരിച്ചു എന്നാണ് വിനു പറയുന്നത്. ഷെഫീന ബീവി തന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഷെഫീന ബീവിയുടെ വരുന്ന കോളുകളെല്ലാം റെക്കോർഡിംഗ് ആണ്. അപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കുമെന്നും ഷെഫീന ബീവി തന്റെ പല വീഡിയോകളിലും ഓപ്പൺ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം അറിയാവുന്ന വിനു ഷെഫീന ബീവിയെ തന്നെ ഇതിന്റെ വിളിച്ച് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും നിങ്ങൾ ഇത് മീഡിയയിലൊന്നും ഇടാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പൊ ഷെഫീന ബീവി ഇത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇടും എന്നുള്ളത് വിനുവിന് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ഇടരുതെന്ന് പറഞ്ഞിട്ട് ഷെഫീന ബീവിയുടെ കയ്യിൽ ഇത് കൊടുത്തതും ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ വിനു പറയുന്നുണ്ട്, ഈ കാര്യങ്ങളുടെ വസ്തുത അറിയാതെ ബിന്നിയുടെ ഹസ്ബൻഡും പറയുന്നത് വിശ്വസിച്ചു ഇത്രയും നാളും കൂടെ നിന്ന് വിനുവിനെ തള്ളി പറഞ്ഞു എന്നാണ് വിനു പറയുന്നത്. ഇത്രയും നാളും കൂടെ നിന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അനു നിൽക്കുമ്പോഴും PR ആയ വിനു പുറത്ത് ഇന്റർവ്യൂസും കൊടുത്ത് പല ബൈറ്റുകളും കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അനുമോൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ബൈറ്റുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത് പറഞ്ഞത് അനുമോൾ അവിടെ 50 ദിവസത്തിൽ കൂടുതൽ നിൽക്കത്തില്ലായിരുന്നു, വിനു ഇല്ലായിരുന്നെങ്കിൽ, വിനു ഉണ്ടായത് കൊണ്ടാണ് 50 ദിവസത്തിൽ കൂടുതൽ നിന്നതും വിന്നർ ആയതും എന്ന് പറയുന്നു. രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പേയ്മെന്റിന്റെ കാര്യം. അനുമോള് 50,000 രൂപ കൊടുത്തു എന്ന് ലൈൻകട്ട് അഞ്ജനയോട് പറഞ്ഞതിന് ശേഷമാണ് വിനു വന്നിട്ട് ഈ 11,011
ബിയുടെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നത്, അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പം ആൾക്ക് അതിലൂടെ എന്താണെന്ന് വെച്ചാൽ ഒരു പബ്ലിസിറ്റി വേണം, ഒരു പറഞ്ഞില്ലേ കുറച്ച് റീച്ചും പബ്ലിസിറ്റിയും. വിനു എന്ന് പറയുന്ന PR അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു PR-നെ കുറിച്ചും ആർക്കും ഇന്ന് വരെ അറിയാൻ പറ്റിയിട്ടില്ലായിരുന്നു. ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞപ്പോഴേക്കും PR എന്താണ് മിക്ക മലയാളികളും, കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികൾക്കും ഇപ്പം മനസ്സിലായത്. ഈ വിനു കൊടുത്ത പല ഇന്റർവ്യൂസും അനുമോൾ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ അനുമോൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കി. ഇപ്പൊ പുറത്ത് വന്നതിന് ശേഷവും കൂടെ നിന്നിട്ട് എന്ത് കാര്യത്തിന് എവിടെ പോയാലും വലയെ പിടിച്ചോണ്ട് വിനു പോകുന്നുണ്ട്. വിനു തന്റെ വോയിസ് മെസ്സേജിൽ ഷെഫീന ബീവിയോട് പറയുന്നുണ്ട് അവന്റെ ഇഷ്ടപ്രകാരമല്ല പോകുന്നത്, അനുമോൾ വിളിച്ചിട്ടാണ് പല പരിപാടിക്കും പോകുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒന്നും ഈ ഒരു ക്ലാരിഫിക്കേഷൻ ഷെഫീന ബീവിക്കല്ലായിരുന്നു കൊടുക്കേണ്ടത്, അനുമോളുടെ കുടുംബത്തിനോടും അനുവിനോടുമായിരുന്നു ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത്. അതിന് പകരം വന്നിരുന്ന് വെറുതെ ഒരു മെഴുകൽ പോലെ ആയിപ്പോയി ഇപ്പൊ ഈ ഷെഫീന ബീവിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അനുമോൾ ഹൗസിനുള്ളിലുള്ളപ്പോഴും ഈ PR-ന്റെ വിവാദം ഇത്രയും ആളി കത്തിച്ചതിൽ നമ്പർ 1 റോൾ ഉള്ളത് ബിന്നിക്ക് തന്നെയാണ്. ഇപ്പൊ പുറത്തു വന്നിട്ടും ബിന്നിയോട് ചേർന്ന് ബിന്നിയുടെ ഹസ്ബൻഡും ഇങ്ങനെ തന്നെ ഈ കുത്തിത്തിരിപ്പിന്റെ ഒരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ആരോടും ഇല്ലാത്തൊരു വൈരാഗ്യമാണ് ബിന്നിക്കും ഹസ്ബൻഡിനും അനുമോളോടുള്ളത്. അപ്പം അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.